ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ പ്രവർത്തിക്കരുത്. അല്ലാഹു ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത്. അല്ലാഹു തൃപ്തിപ്പെടുന്നതും പൊരുത്തപ്പെടുന്നതും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുമായ പാത, ആ പാതയിലൂടെ നടന്നിട്ട് ആ പാതയിലൂടെ ചലിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, ആ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോ, ആ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികൾക്ക് സാമ്പത്തികമായ സഹായം നൽകുമ്പോ, ആ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികൾക്ക് മറ്റു നിർദ്ദേശങ്ങൾ നൽകുമ്പോ അർശിന്റെ തണൽ ഉറപ്പ് തന്നെ. ഒരൊറ്റ വിഷയം ഓർമ്മപ്പെടുത്തട്ടെ, മഹ്ശറിന് ശേഷം നരകത്തിലേക്കുള്ള കടമ്പ അത് വലിയ കടമ്പയാണ്. സിറാത്ത് പാലം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രയാസമുള്ള ഒരു ഘട്ടം കൂടെ തരണം ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ എല്ലാ മാസവും ഓർമ്മപ്പെടുത്തുന്ന വിഷയം തന്നെയാണ്. കഴിഞ്ഞ മാസം കൂടുതൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം കേട്ടോ, മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം. കൂടുതൽ താലോലിട്ട് അവർക്ക് കൂടുതൽ സ്ഥാനങ്ങൾ നൽകിയിട്ട് മഹ്ശറിൽ അവർ നമ്മളുടെ നെഞ്ചത്ത് കയറി ആനന്ദ നൃത്തം ചവിട്ടുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ഉണ്ടായിക്കൂടാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട്, നിങ്ങളുടെ മകന്റെ ആ ചെറുവിരലിന് ഞാനൊരു ചെറിയൊരു ലൈറ്റ് കത്തിച്ചിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ, അല്ലെങ്കിൽ ചെറിയ കുമ്പത്തിലൊന്ന് പൊള്ളിച്ചാൽ, ആ പൊള്ളിക്കലിന് നിങ്ങൾ സമ്മതം തരുമോ എനിക്ക്? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമ്മതം തരുമോ? നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ കൈവിരലിൽ ഒരു തീക്കട്ടി എടുത്തിട്ട് ഒരു തീപ്പെട്ടി എടുത്ത് വരച്ചിട്ടൊന്ന് ചൂടാക്കാൻ, ആ ചെറിയ തീയിൽ നിന്ന് നിങ്ങളുടെ മകന്റെ പൊന്നാര മകളുടെ ശരീരമൊന്ന് കത്തിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. വലിയ കുഴപ്പങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും. അതേസമയം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ, നരകമെന്ന് പറയുന്നത് തീയാണ്. ആ നരകത്തിന്റെ അവകാശികളായി നിങ്ങൾ മാറരുത് കേട്ടോ. കത്തിക്കുന്നത് മനുഷ്യനെയാണ്. ആ നരകത്തിലിട്ട് കത്തിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമില്ല. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ വിചാരണ കഴിഞ്ഞാൽ, മഹ്ശറിലുള്ള വിചാരണ കഴിഞ്ഞാൽ, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ചില ആളുകൾക്കുള്ള അവസരം നരകമാണ്, ചില ആളുകൾക്കുള്ള അവസരം സ്വർഗമാണ്. നരകത്തിന്റെ അവകാശികളായി മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ അവര് റബ്ബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യാ അല്ലാഹ്, ഞാൻ നരകത്തിന്റെ അവകാശിയാണോ? ഞാൻ നരകത്തിലേക്ക് പോയിക്കൊള്ളാം, പ്രശ്നമല്ല. പക്ഷേ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ. എന്താണ് ആ ഡിമാൻഡ്? ഞാൻ നരകത്തിന്റെ അവകാശിയായി മാറാനുള്ള കാരണം എന്റെ ഉമ്മയാണ്. ഞാൻ നരകത്തിന്റെ അവകാശിയായി മാറാനുള്ള കാരണം എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മയെ ഇവിടെ കൊണ്ടുവരണം, എന്റെ ഉമ്മയെ ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് അവരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് എനിക്കൊന്ന് നരകത്തിലേക്ക് കടക്കണമെന്ന മക്കളെ നാം താലോലിക്കുകയാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അവരുടെ പോരായ്മകൾ ഓർമ്മപ്പെടുത്തുമ്പോ നമുക്ക് ദേഷ്യപ്പെടുകയാണ്. അവരുടെ കുറവുകൾ ഓർമ്മപ്പെടുത്തുമ്പോ നമുക്ക് ദേഷ്യം തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, നാം ഇപ്പൊ താലോലിച്ച് വളർത്തുന്ന നമ്മളുടെ പുന്നാര മക്കള് അവര് നമുക്ക് എതിരാണ് കേട്ടോ, അവര് നമ്മളെ ആക്ഷേപിക്കും കേട്ടോ, അവര് മഹ്ശറിൽ നമ്മളെ ചോദ്യം ചെയ്യും കേട്ടോ. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളുടെ പിതാക്കളൊക്കെ നാട്ടിൽ ഇസ്സത്തുള്ളവരാണ്, നാട്ടിൽ തന്റേടമുള്ളവരാണ്, മാന്യന്മാരാണ്. അവരുടെ മാന്യതയ്ക്ക് കോട്ടം വരുന്ന രൂപത്തിൽ നാം ജീവിച്ചുകൂടാ. അവരുടെ മാന്യതയ്ക്ക്, അവരുടെ ഇമേജിന് കോട്ടം വരുന്ന രൂപത്തിൽ നമ്മളുടെ ശരീരത്തിന്റെ പ്രകൃതിയെ നാം മാറ്റിക്കൂടാ. നമ്മളുടെ വസ്ത്രത്തിന്റെ ശൈലി നാം കൊണ്ടുവന്നൂടാ. നമ്മളുടെ ശരീരത്തിൽ നാം മുടികൾ വളർത്തിക്കൂടാ, മുടികൾ കട്ട് ചെയ്തൂടാ. അതേ ചിന്തിച്ചോ, എന്റെ കാരണം കൊണ്ട് എന്റെ ഉമ്മയുടെ ഇസ്സത്ത് നഷ്ടപ്പെടും.
കഷ്ടപ്പെട്ടുകൂടാ. എന്റെ കാരണം കൊണ്ട് എന്റെ ഉപ്പയുടെ തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. എന്റെ കാരണം കൊണ്ട് നിന്റെ മകനെന്റെ അങ്ങനെയായത് എന്ന് എന്റെ ഉമ്മയോട് അയൽവാസികൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ ഉത്തരവാദിത്യം ഞാൻ ഒരിക്കൽ കൂടെ നിറവേറ്റുന്നു. അതിന് ഈ മഹല്ലിലുള്ള കാരണവന്മാര് സാക്ഷിയാണ്, ഈ മഹല്ലിലുള്ള പണ്ഡിതന്മാര് സാക്ഷിയാണ്, ഈ മഹല്ലിലുള്ള ഉമ്മമാര് സാക്ഷിയാണ്. അള്ളാഹു പൊരുത്തപ്പെടാത്തത് പ്രവർത്തിച്ചുകൂടാ, അള്ളാഹുവിന്റെ ഹബീബ് പൊരുത്തപ്പെടാത്തത് പ്രവർത്തിച്ചുകൂടാ. അതൊരിക്കലും വസ്ത്രത്തിന്റെ ശൈലിയിൽ കൊണ്ടുവന്നുള്ള കഴുത്തിൽ ചെയ്തിട്ട് മുസ്ലിമേ നീ ആണാണോ നടക്കാൻ പാടില്ല. ആരുടെ സംസ്കാരമാണ് മോനെ നീ എന്റെ ജീവിതത്തിൽ പിന്തുടരുന്നത്? ആരുടെ സംസ്കാരമാ കഴുത്തിൽ ചെയ്തിടുന്നത്? സാധാരണ കഴുത്തിൽ ചെയ്തിട്ട് ഇവിടെ നടത്തുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ ജീവിക്ക് തുല്യമായി നീ ജീവിക്കണ്ട കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞു തന്ന ചില രൂപങ്ങളില്ലേ? മുടി വെട്ടുന്നതിന് ചില രൂപങ്ങളില്ലേ? മുടി വളർത്തുന്നതിന് ചില രൂപങ്ങളില്ലേ? പാന്റ് ധരിക്കുന്നതിന് ചില രൂപങ്ങളില്ലേ? ഷർട്ട് ധരിക്കുന്നതിന് ചില രൂപങ്ങളില്ലേ? എന്റെ ഉപ്പമാരെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ആ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രത്തിനും ചില ശൈലികളില്ലേ? ഏത് സംസ്കാരമാണ് നാം പിന്തുടരുന്നത്? ആരെയാണ് നാം പിൻപറ്റുന്നത്? കുട്ടികളിലുള്ള ഒരു ഇസ്ലാമിസ്റ്റിന്റെ, ഒരു മുസ്ലിമിന്റെ ഒരു ആചാരവും ഇവിടെയുള്ള മുസ്ലിം പിന്തുടരുന്നില്ല, ഒരു യൂറോപ്യനും പിന്തുടരുന്നില്ല. യൂറോപ്പിലുള്ള ചീനാറിയ സംസ്കാരങ്ങൾ പിന്തുടരാൻ എങ്ങനെയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ള കലിമ വിശ്വസിച്ച നല്ല ഒന്നാം തരം നല്ല മാർക്കുള്ള ഉപ്പയുടെ മകന് കഴിയുന്നത്, നല്ല ഒന്നാം തരം മാർക്കുള്ള ഉമ്മയുടെ മകന് കഴിയുന്നത്? അതുകൊണ്ട് ഞാൻ ആക്ഷേപിച്ചതല്ല, അധിക്ഷേപിച്ചതല്ല, കുറ്റപ്പെടുത്തിയതല്ല. ആ രൂപത്തിൽ നിങ്ങൾ പിടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെറുപ്പക്കാരൊക്കെ കൂടുതൽ അടുത്തിടപഴകുന്ന ഒരാളാണ്, അവരോട് കൂടുതൽ സോഷ്യലായി പെരുമാറുന്നയാളാണ്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, നമ്മളുടെ സ്നേഹങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു തൃപ്തിപ്പെടുന്നതാവണം, അല്ലാഹു പൊരുത്തപ്പെടുന്ന നിരക്കുള്ള സ്നേഹങ്ങളാവണം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളാവണം. വളരെ പാരമ്പര്യത്തോടുകൂടെ നമ്മളുടെ നാട്ടിലുള്ള ചില പേരുകളുണ്ട്, നമ്മളുടെ നാട്ടിലുള്ള ചില നാമങ്ങളുണ്ട്. അതൊരിക്കലും കളയാൻ പാടില്ല, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. ഇവിടെ ഒരു ഉസ്താദി എന്നുള്ള നിലയ്ക്ക് ഈ മഹല്ലിലുള്ള ചെറുപ്പക്കാരെ മൊത്തത്തിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. അതിന്റെ എളുപ്പവഴി മാത്രമേ എന്റെ മുന്നിലുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വെക്കാനുള്ളൂ. ഒരു വീട്ടിലുള്ളവരെ അവരുടെ രക്ഷിതാക്കൾ തന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ ചില വിഷയങ്ങളൊക്കെ തുറന്നു പറയുമ്പോ അത് പറയേണ്ടി വരുമ്പോൾ പ്രയാസം പറയുന്നവർക്ക് വളരെ വ്യക്തമായി പറയുന്നു. ഇപ്പോ കുറച്ച് ടൈം കുറച്ച് ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇപ്പോ ചില കുട്ടികളുടെ തലയിലൊക്കെ നോക്കുമ്പോൾ വിഷമം തോന്നുകയാണ്, അല്ലെ? എലിശല്യം കൂടിയിട്ടുണ്ടോ എന്നൊക്കെ തോന്നുകയാണ്. അതുപോലെ ചില ആളുടെ തലയിൽ നോക്കുമ്പോൾ വേറെ പലതും തോന്നുകയാണ്. ഇതൊക്കെ സംസ്കാരം നമുക്ക് വേണ്ട. എന്തിനാ ഞാൻ സ്നേഹത്തോടുകൂടി എന്റെ ചെറുപ്പക്കാരുണ്ടാകും. പ്രായമുള്ള ചില ആളുകൾക്ക് ഉള്ളിൽ ചില പരാതികളുണ്ട്. എന്താ പരാതി? അത് ചെറുപ്പക്കാരോട് വേണ്ട. അപ്പോ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മുടിവെക്കുകയും മുടി മുറിക്കുകയും പല രൂപത്തിൽ നടക്കുമ്പോ അതിന്റെ ഒരു പരാതി സ്വാഭാവികമായിട്ടും നമുക്കെതിരെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ യൂറോപ്യന്റെ ശൈലി നമുക്ക് വേണ്ട. അവൻ നമ്മെ രക്ഷപ്പെടുത്താനെത്തൂല, അവൻ നമ്മെ രക്ഷപ്പെടുത്താനെത്തൂല. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു പുരോഗമനവാദിയും, അതെ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ ആധുനിക സമൂഹത്തെ ഇപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തി, ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ ഒരു നടിയുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ കോളുകളൊക്കെ നടക്കുക, ഇവിടെ പറയാനതില്ല. ഞാൻ ചോദിക്കുന്നു, അതിന്റെ മുമ്പ് എത്ര ആളുകളൊക്കെ പീഡിക്കപ്പെട്ടു ഇന്ത്യ രാജ്യത്ത്? പക്ഷേ ഈ സിനിമാ നടിമാരാവട്ടെ, കായിക നടിമാരാവട്ടെ, മറ്റു രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, അവർ ഈ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന നന്മ എന്താ? നന്മ എന്താ? ഏത് സിനിമ കണ്ടി താരായുടെ നന്നായത്? ഏത് സീരിയൽ കണ്ടി താരായുടെ നന്നായത്? അതേസമയം അവർക്ക് കിട്ടുന്ന പരിഗണന, അവർ
ആളുകൾ സിന്ദാബാദ് മുർദാബാദ് വിളിക്കുമ്പോ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോ അതേസമയം ഇപ്പം തന്നെ കേരളത്തിൽ നടന്നിരിക്കുന്ന 10ഓളം കൊലപാതകങ്ങൾ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ ഒരു കൊല നടത്തുന്നുണ്ട്. ആ ദൃശ്യം മോഡലിലാണ് ഈ അടുത്തൊരു 4-5 മാസത്തിനിടയിൽ കേരളത്തിൽ തെളിയിക്കാൻ പറ്റാത്ത 10ഓളം കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചപ്പോ ആ പ്രതികൾ പറയുന്നത് നീ എഴുന്ന് മനസ്സിലാക്കിയാണോ ഇതെന്ന് ചോദിക്കുമ്പോ ദൃശ്യം സിനിമയിൽ നിന്ന് കിട്ടിയ ഫാനിൽ നമ്മളുടെ ചുരിദാറിന്റെ ഷാൾ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് മറുഭാഗം നമ്മളുടെ കഴുത്തിലേക്ക് കെട്ടിയിട്ട് തൂങ്ങി മരിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? അതുപോലെ ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടി മരിക്കാൻ പഠിപ്പിച്ചതാരാ? അതുപോലുള്ള പ്രവണതകൾ ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത് പഠിപ്പിച്ചതാരാ? ആര് പഠിപ്പിച്ചു? അങ്ങനെ ഈ സമൂഹത്തിന് സമുദായത്തിന് ഒരു ഗുണവും നൽകാത്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് എന്റെ ചെറുപ്പക്കാരെ എന്റെ നിങ്ങളുടെയും ഊർജ്ജം കളയേണ്ടതുണ്ടോ? അങ്ങനെ ഊർജ്ജം കളയേണ്ടതുണ്ടോ നമ്മൾ? അതുകൊണ്ട് ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. നമുക്കുള്ള ഒരു ശൈലി ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നമ്മളെ കണ്ടാൽ അവര് മുസ്ലിമാണെന്ന് പറയുന്ന ഒരു ശൈലി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ റഹ്മാനേ. നീ പൊരുത്തപ്പെടുന്ന ജീവിത ശൈലി ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. ചെറുപ്പക്കാർക്ക് ആർക്കും ദേഷ്യം പിടിക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ ദേഷ്യം പിടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. കാരണം ആർക്കും ദേഷ്യം പിടിക്കേണ്ടതില്ല. എല്ലാവർക്കും ദീർഘം വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട്, എനിക്ക് എന്റെ റൂട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട്, എനിക്ക് എന്റെ റൂട്ട്. ലക്കും ദീർഘം വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം. അല്ലേ? ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ തന്നെ ആവർത്തിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുമ്പോ വിഷമം തോന്നുകയാണ്. അല്ലേ? വിഷമം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ശ്രദ്ധിക്കുക. ഉപ്പമാരും മക്കളെല്ലാം ശ്രദ്ധിക്കുക. ഒരു കുട്ടിയും ഉപ്പാന്റെ പേര് കളയുന്നത് ശ്രദ്ധിക്കുക. ഒരു മകനും ഞാൻ നമ്മളെ ഇസ്ലാമിന്റെ ഇസ്സത്ത് കളികളാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ആരെങ്കിലും രൂപമാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കേരളത്തിലൊരു വേഷം വന്നിരുന്നു. അങ്ങ് അഴിഞ്ഞിക്കുക നോക്കുന്ന പാന്റ്. ഇന്ത്യ രാജ്യത്ത് ഏതെല്ലാം കമ്പനി, ലോകത്ത് ഏതെല്ലാം കമ്പനി ഷഡ്ഡി ഇറക്കുന്നുണ്ടോന്നുള്ളതെല്ലാം തിരിയും. കാരണം അതും കഴിഞ്ഞിട്ട് വീതിയുള്ള ഇലാസ്റ്റിക്കുള്ള പറയുന്നതിന് വിഷമമൊന്നുമില്ല. ഷഡ്ഡിയുടെ ഒരു പാൻറ്റുള്ള ഇതിനെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നതറിയാം. ഒരു പാൻറ്റ് മേടിച്ചു കൊടുത്തു 1500 രൂപ കൊടുത്ത് പാൻറ്റ് മേടിക്കുമ്പോ ആരെയും ഒതുക്കുന്നത് മേടിച്ചൂടെ? പറ്റൂല. അത് ഇടക്കിടക്ക് വലിച്ചു കയറും. ഒരു ദിവസം കൂലിക്കാളെ എത്ര പ്രാവശ്യം വലിച്ചു കയറും. എന്ത് നിങ്ങളെ പോലും. അതേസമയം ഇതൊന്നും ആ മുസ്ലിങ്ങൾ കൂടുതൽ പിന്തുടരുന്നില്ല. അതിലാ സങ്കടം. ആ മുസ്ലിങ്ങൾ കൂടുതൽ പിന്തുടരുന്നില്ല. എന്നെ പോലത്തെ ആളുകൾ, നമ്മളെ പോലത്തെ ആളുകൾ ഇതിന് പിന്നാലെ ഇങ്ങനെ കൂടുതൽ പോവുക. ഓരെങ്ങനെ പിന്തുടരുന്നില്ല. നമ്മൾ ഓല പാത പിന്തുടരണം. ഞാൻ ചോദിക്കുന്നത് നമ്മളെ പാത ആരെങ്കിലും പിന്തുടരുന്നുണ്ട്? ആരെങ്കിലും നമ്മുടെ റൂട്ടിലേക്ക് വരുന്നു? ഇല്ല, ഇല്ല, ആരും വരുന്നില്ല. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ വേറെ ആൾക്കാരുടെ സംസ്കാരം? അല്ലേ? ആരോടെങ്കിലും സാദൃശ്യായോ നിങ്ങൾ അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അല്ലെ? പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അതിനകത്ത് നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കറുത്ത ജുബയും ഒരു വെള്ള മുണ്ട് കൊടുത്തിട്ട് കേരളത്തിൽ ചെറുപ്പക്കാർ ജയിച്ചു. അങ്ങനെ അപ്പൊ ഉസ്താദ്മാരെല്ലാം വിചാരിച്ച് എല്ലാ ഉസ്താദ്മാരും കറക്റ്റായിരിക്കും. നമ്മളെ മാതിരി റൂട്ട് മാറി ചിന്തിക്കുന്ന ആരുണ്ടാവില്ല, കുറവായി. ബാക്കിയുള്ള ഉസ്താദ്മാരെല്ലാം റെഡിയാണ്. അൽഹംദുലില്ലാഹ് മുണ്ട് കേട്ടു, വെള്ളം മുണ്ട്, മക്കളെല്ലാം നന്നായി. അല്ലെ? അപ്പോ നന്നായിട്ട് 1400 കൊല്ലം മുമ്പ് നിങ്ങൾ നെയ്യാണിക്ക് മുകളിൽ മുണ്ടുടുക്കണം, അത് വെള്ളത്തുണിയായാൽ ഉത്തമമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ നിവിൻ പോളി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ സിനിമയിൽ മുണ്ട് പൊക്കി എടുത്തപ്പോ നമുക്ക് മനസ്സിലായി ഇത് വിശ്വാസ മുക്കിന്റെ ചര്യ എങ്ങനെയാ? നമ്മളുടെ ആചാരം അല്ലേ? ഇവിടെ തന്നെ ഞാൻ ഓർക്കുന്നത്, ഇവിടെ തന്നെ ഒരു കല്യാണത്തിന് പുതിയാപ്പിള വന്നപ്പോ പ്രത്യേകമായ ഒരു ഷർട്ടും ഡ്രസ്സും പ്രായമുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുത്ത് അത് കല്യാണത്തിന് യൂണിഫോം ഒപ്പിച്ചതല്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതിങ്ങനെ ഇതെല്ലാം കുറച്ച് മനസ്സിലാക്കിയതേ പറ്റുന്നോട് പറയാം. അല്ലേ? അങ്ങനെ ഒരു പ്രേമം എന്ന് പറയുന്ന, പിന്നെ പരസ്പരം മൊത്തം പ്രേമിക്കല്, നല്ലൊരു പ്രേമിക്കൽ ഹൈറായത്തിൽ പ്രേമിച്ചൂടെ? ഇതിന്റെ ഇടയ്ക്ക് വലിയ കോളേജ് സൃഷ്ടിച്ചൊരു സംഭവം ഉണ്ടായി. വലിയ കോളേജിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെണ്ണ് ഒരു ക്രൈസ്തവ സുഹൃത്തിനെ പ്രേമിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ഇവർ രണ്ടാൾ കല്യാണം കഴിയുമെന്നുള്ള രൂപത്തിൽ എത്തിയപ്പോ ഈ മുസ്ലിം പെണ്ണിന്റെ ഉപ്പ കുറച്ച് മതബോധമുള്ള ആളാണ്. ഉപ്പ മതബോധം ഉണ്ടായിട്ട് കാര്യമില്ല. മക്കളിലേക്ക് തെറ്റിപ്പോയാൽ അവസാനം നീ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, പക്ഷെ ഒരു മാസത്തെ ടൈം വേണം.
എന്ന് പറഞ്ഞിട്ട് ഈ ക്രൈസ്തവ സുഹൃത്തിന് ഒരു ഖുർആനിന്റെ പരിഭാഷ കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യം. അങ്ങനെ ഖുർആന്റെ പരിഭാഷ കൊണ്ടുപോയി കൊടുത്തു. എന്തിനാ ഈ മനുഷ്യൻ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇതൊന്ന് വായിച്ചിട്ട് ഒന്നും ഈ ചെക്കനൊന്നും മുസ്ലിമായിട്ട് ഓനെന്താ മോളെ കെട്ടിക്കൊണ്ട് എന്തായാലും നാട്ടിൽ തലയുയർത്തി നിൽക്കാൻ. അങ്ങനെ ഈ ചെക്കൻ കറക്റ്റ് വായിച്ചു ഖുർആനിന്റെ പരിഭാഷ. എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു, മുസ്ലിമായി. മുസ്ലിമായിട്ട് ഒരു ദിവസം ഇയാളോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ സലാം ചൊല്ലി അങ്ങനെ മുസ്ലിമായിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് വലിയ സന്തോഷമായി. കാരണം ഇവരും ക്വാളിഫിക്കേഷൻ ഒക്കെ നല്ലോണം ചെക്കനാണ്. പക്ഷെ എന്നിട്ട് ഇവൻ പറഞ്ഞൊരു കാര്യമാണ്, ഖുർആൻ പരിഭാഷ തിരിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് നിങ്ങളുടെ നമ്മളെ വേണം. അത്ഭുതം. ഈ ഖുർആൻ പരിഭാഷ ഒരു മാസം ഞാൻ വായിച്ചു നോക്കുമ്പോ എനിക്കിതിൽ നിന്ന് അല്ലാഹുവിനെ മനസ്സിലായി. ഇസ്ലാം മതം ഇവിടെ പ്രബോധനം ചെയ്ത മുഹമ്മദ് നബി എനിക്ക് മനസ്സിലായി. ഇസ്ലാമിൽ ഒരു ഉമ്മക്ക് കൊടുക്കേണ്ട സ്ഥാനം മനസ്സിലായി, ഒരു ഉമ്മക്ക് കൊടുക്കേണ്ട സ്ഥാനം മനസ്സിലായി. ഈ ക്രൈസ്തവ സുഹൃത്തായിരിക്കുന്ന എന്നെ കണ്ടിട്ട് നിങ്ങളുടെ സ്വന്തം മകൾ, നിങ്ങൾ ജന്മം നൽകിയിരിക്കുന്ന നിങ്ങളുടെ മകൾ നിങ്ങളെ മറന്നുപോയെങ്കിൽ, ഇസ്ലാമിനെ മറന്നുപോയെങ്കിൽ എനിക്ക് വിശ്വാസമില്ല. ഞാനിപ്പോ മുസ്ലിമാണ്, എനിക്ക് വേണ്ടത് സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന സ്വാലിഹത്തായ ഭാര്യ. അത് നിങ്ങളുടെ മകളാവും എനിക്ക് വിശ്വാസമില്ല. ഞാനൊരു പരീക്ഷണത്തിന് മുതിരുന്നില്ല. ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോയി പഠിത്തം 360 ദിവസം ഖുർആൻ ഓതി നമുക്കൊന്നും തിരിയുന്നില്ല. 360 ദിവസം മറ്റുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമുക്കൊന്നും തിരിയുന്നില്ല. അങ്ങനെയാണ് ജീവിതത്തിൽ നല്ലൊരു ശൈലി. ഞാൻ എപ്പോഴും പറയുന്നു, നമ്മുടെ ഇന്ത്യരാജ്യം പറയുന്നത് അത് മറ്റുള്ള നാട്ടുകാർക്ക് മാതൃകയാക്കുന്ന രൂപത്തിൽ കടു കുടിക്കുന്ന ഒരൊറ്റ ആളുണ്ടാവാൻ പാടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കും. ഹലാലായി കുടിക്കണം. അല്ലെ? ഒരു മനുഷ്യൻ കണ്ണിന്റെ വിഷയം എന്താ? ഒരു മനുഷ്യൻ അവന്റെ ഡ്രസ്സിൽ ചെറിയൊരു സംശയം, മൂത്രയിറ്റി പോയിട്ടുണ്ടോ? ഒരിക്കൽ സംശയമാണ്. അതേസമയം കള്ളുറ്റി പോയിട്ടുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ആ വസ്ത്രം നിസ്കാരത്തിന് പറ്റില്ല. മഹാമാരി പഠിക്കുന്നു. അല്ലെ? സ്വന്തം മൂത്രം കുടിക്കുക ആരെങ്കിലും? സ്വന്തം മൂത്രം കുടിക്കോ? ഇല്ല. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ നാട്ടിലില്ല. ആ മുസീബത്ത് വരാനേ പാടില്ല. ആ മുസീബത്ത് ഉണ്ടാവാനേ പാടില്ല. فإذا كانوا ببيداء من الأرض يخصف بأولهم وآخرهم وفيهم مسواقهم ومن ليس منهم يا رسول الله. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു നാട്ടിലേക്ക് അല്ലാഹു തആല ശിക്ഷ ഇറക്കുമ്പോൾ നാട്ടുകാർ മൊത്തം കൊണ്ട് പരീക്ഷ. ചിലപ്പോൾ ഒരിടത്ത് തെറ്റിനായി നാട്ടുകാർ മൊത്തം. അതുകൊണ്ട് ഒരു മാറ്റം വന്നത് ചേഞ്ചിങ്. എങ്ങനെ ചേഞ്ചിങ് വരുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ഈ ഞാനീ പറഞ്ഞ രൂപത്തിലുള്ള കൂട്ടുകെട്ടുകളോ വിഷയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് മാറി നിൽക്കുക. ഒരു കണ്ടീഷൻ. നാളെ വെള്ളിയാഴ്ച ഈ നാളെ ജുമാക്ക് വരുന്നതിന്റെ മുമ്പ് അങ്ങനെ മുടി ആരെങ്കിലും ഇങ്ങനെ മാന്തി പറിച്ചിട്ടുണ്ടെങ്കിൽ അനുസരിക്കുന്നില്ല. ഈ മൊത്തം മുടി അതെടുക്കാൻ കഴിയുന്ന കുറച്ച് ഭാരം കുറച്ച് സംഭവം തിരിയുന്നു. അല്ലെ ബാർബറ വിഷയം ഓഫായി പോയി പകുതിയാവുമ്പോൾ ഇപ്പത്തായി പോകുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി നമുക്കൊരു കുറവ് ദുനിയാവിൽ വന്നിട്ടില്ല. ഞാൻ ജീവിതത്തിൽ സ്ത്രീന്റെ മേലെ മുടി വെച്ചിട്ടില്ല. ഒരു കുറവും വന്നിട്ടില്ല. ഒരു കുറവും വന്നെന്ന് എനിക്ക് തോന്നില്ല. അല്ലാഹു തആല എവിടെ തളർത്തിയിട്ടില്ല. നമ്മെ ആരെയും അല്ലാഹു തളർത്താതിരിക്കുമാറാവട്ടെ. പക്ഷെ എനിക്ക് തോന്നുക ഞാൻ എങ്ങനെയോ നടന്നാൽ എന്നാരല്ലോ നോക്കൂ. നമ്മൾ പൊട്ടന്മാരാ. അങ്ങനെ നല്ല ഈ ജ്വല്ലറിന്റെ പരസ്യം വെച്ചിട്ട് നല്ല ഫോട്ടോസ് വെച്ചിട്ടുണ്ടാവും. അത് പലപ്പോഴും പെണ്ണിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് നോക്കിയാലും ഓടിയപ്പോ നമ്മൾ തന്നെ നോക്കുന്നുണ്ടാവും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഇരിക്കലാണെങ്കിൽ നല്ല കാമയും ആ ഫോട്ടോ നോക്കിയിട്ട് ആ ഫോട്ടോ നമ്മൾ നോക്കുന്നുണ്ടെന്ന് നല്ല കാലിത്തീറ്റാണ് പരസ്യം കൊടുത്തിട്ട്. കാലിത്തീറ്റ എവിടെയില്ല, കാലിത്തീറ്റില്ല. കേസ് കാലിത്തീറ്റ, മറ്റേ കാലിത്തീറ്റ, നന്ദിനി കാലിത്തീറ്റ. ഈ കാലിത്തീറ്റാണ് പരസ്യം കൊടുത്തിട്ട് 1-ാം നമ്പർ പശുക്കുട്ടിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളാരും കണ്ട ഒരു കൂരിക്കുട്ടം പോയിട്ട് അത് നോക്കിയിട്ട് വിളിക്കുന്നുണ്ടോ? വിളിച്ചോ ഇതുവരെ? എന്റെ ഇടയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു മൂരിക്കുട്ടൻ അതിനെ പോയിട്ട് വിളിച്ചോ? അത് സമയം നമ്മൾ എത്ര ഫോട്ടോ നോക്കിയിട്ട് വിളിക്കും? നമ്മൾ പൊട്ടന്മാരില്ല. ഒരു മൂരിക്കില്ലാത്ത ബുദ്ധി. ഈ മൂരിയെന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധി ഇല്ലാത്തവർക്കാണ്. ചെരുമോട് പോയി പോത്തോട് മൂരിയാണ്. അതില്ലാത്ത ബുദ്ധി, അത്രയും ബുദ്ധി നമ്മളിങ്ങനെ ചിത്രം പിടിച്ചിട്ട് ചിരിക്കുക. അങ്ങനെ എനിക്കിങ്ങനെ തോന്നാം, ഞാൻ ഇങ്ങനെയൊന്നല്ല നടക്കേണ്ടത്, നമുക്ക് മോഡലാവണം. കാരണം എന്നാരല്ലോ നോക്കുന്നുണ്ട്. ഞാൻ കൊല്ലം ഇറങ്ങിയിട്ട് വരുമ്പോ
നമ്മള് പൊട്ടന്മാരുടെ ലോകത്താണ്. വിരാജ്പേട്ട ടൗൺ ഇറങ്ങിയിട്ട് സർവ്വ കടാന്റെ മുകളിൽ നോക്കുക, ഫോട്ടോസ് വെച്ചിരിക്കുന്ന എല്ലാ കടക്ക് മുകളിലുള്ള ഫോട്ടോസുകളും നമ്മളെ നോക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റം വരുത്തിയാൽ മതി, എന്നിട്ട് മാറ്റം വരുത്തുക എന്നതല്ല. നമ്മളിങ്ങനെ പൊട്ടന്മാരുടെ ലോകത്ത് ജീവിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും നോക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മൾ ആരിലോ നോക്കുന്നുണ്ടെന്ന് നമുക്ക് പോലെ കെട്ടേണ്ടി വരുന്നത് അല്ലേ? ആരും നോക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഫോട്ടോസ് നോക്കുന്നത് നമ്മളെ തന്നെയാണ്. നമുക്ക് കണ്ണിങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടാവും ഫോട്ടോ നോക്കുമ്പോൾ. അതിലെ പരസ്യത്തിന്റെ പോലെ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി മാറ്റാൻ നിന്നാൽ അവസാനം കളഞ്ഞി ചെത്തിയ മാതിരി ഉണ്ടാവും. കളഞ്ഞീനുണ്ടാവില്ല, കയ്യും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഈനുണ്ടാവില്ല, ദുന്യാവുണ്ടാവില്ല, ഉപ്പയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല, ആഹുണ്ടാവില്ല, കഥയുണ്ടാവില്ല. അല്ലാഹു തആല നമുക്കൊക്കെ രക്ഷ നൽകുമാറാവട്ടെ. ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു വിഷയത്തിലും മോശമായ ഒരു പേരും പറയിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ തുക. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ ഇസ്സത്ത് നൽകണേ റഹ്മാനേ, ഇസ്സത്ത് നൽകണേ റഹ്മാനേ. ഈ ദീനി ചുറ്റുപാടിൽ ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. ഇനി ഞാൻ ഈ മുടിമുറിക്കുന്നത് ഡോക്ടറുന്നതായ വിഷയം പറയില്ല, പറയാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് സാന്ദർഭികമായി ബന്ധപ്പെട്ട ആളുകളെ ഓർമ്മപ്പെടുത്തി ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. കാരണം നമ്മൾ